വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട്, അതായത് ഹോൾ ഫാമിലി ആയിട്ട് നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. പെരുന്നാൾ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ട്രിപ്പ് പോയത്. വെക്കേഷനൊക്കെയാണ്, പെരുന്നാളാണ്, എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എപ്പോഴും എല്ലാവരും ഇങ്ങനെയാണല്ലോ, ട്രിപ്പ് ഭയങ്കര തകൃതിയായിട്ട് പ്ലാൻ ചെയ്യും, ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു, അവസാനം വെച്ചിട്ട് ആ ട്രിപ്പ് ക്യാൻസലാവുന്നു. പക്ഷേ ഇപ്രാവശ്യം ആ ട്രിപ്പ് അങ്ങനെ ക്യാൻസലായില്ല. ക്യാൻസലാവാൻ ആരും സമ്മതിച്ചില്ല. എന്ത് വന്നാലും ശരി, ഇപ്രാവശ്യം പോകും എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ പോയത്. വണ്ടിയിൽ കയറിയ പാടന്നെ എല്ലാവരും ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിട്ടോ. പാട്ട് വെച്ചു നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. അപ്പം തന്നെ നമ്മൾ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടീനെയൊക്കെ ഞാൻ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്ത് കുറേ കാലം കൂടിയിട്ടൊരു അവസരം കിട്ടിയത്. സ്റ്റെപ്പൊന്നും അറിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പാട്ട് കേട്ട ഡാൻസ് കളിക്കണം. പിന്നെ ട്രിപ്പൊക്കെ ആവുന്ന സമയത്ത് ഡാൻസും പാട്ടും ഇല്ലാണ്ട് എന്താഘോഷം. കുറേ പേരൊക്കെ മടിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ കുറച്ച് പേരും മടിയൊക്കെ മാറ്റി വെച്ച് കളത്തിലിറങ്ങി. സ്റ്റെപ്പൊക്കെ നമ്മുടെ മാങ്ങപ്പറിച്ചലിക്കുത്ത് സ്റ്റെപ്പൊക്കെയാണ്. പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതിനാണല്ലോ നമ്മൾ ടൂർ പോകുന്നത്. പാട്ടും ഡാൻസൊക്കെ ഓക്കെ. എൻ്റെ കെട്ടിയോൻ്റെ അതിൻ്റെ ഇടയിലുള്ള കഥാപ്രസംഗമാണ് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ടിരുന്നത്. മൂപ്പരുള്ളതുകൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. മൂപ്പര് തള്ളി വണ്ടി അങ്ങ് വിട്ടു. അതുകൊണ്ട് പിന്നെ ഡ്രൈവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടൊന്നും വരേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം ഒരേറ്റ തള്ളാണ്. മൈക്ക് കിട്ടിയപ്പോൾ ഞാനല്ലാതായി എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. പക്ഷേ മൂപ്പരുള്ളതുകൊണ്ട് നല്ല നമ്മൾ എൻജോയ് ചെയ്ത് പോയി. ഇത് കേട്ട് കഴിഞ്ഞാൽ ആൾ കുറച്ചങ്ങ് പൊങ്ങും. എന്നാലും സാരമല്ല, നമ്മൾ കാര്യം ഉള്ളതുപോലെ പറയണമല്ലോ. കാരണം ഒരുപാട് പേർക്ക് പാട്ട് പാടാനും പിന്നെ അതേപോലെ തന്നെ ഡാൻസ് കളിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരിക്കും. പക്ഷെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്ന സമയത്ത് പുറത്തുനിന്ന് ആരുമില്ലല്ലോ, നമ്മൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിന് മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ മൂപ്പരനെ തുടക്കം കുറിച്ച് മൈക്കൊക്കെ എടുത്ത് പാട്ട് പാടി അതേപോലെ തന്നെ നല്ല തമാശയൊക്കെ പറഞ്ഞാണ് ഞങ്ങളെല്ലാവരും കൂടെ പോയത്. ഞങ്ങളും കൂട്ടത്തിൽ പാട്ട് പാടിയിരുന്നു കേട്ടോ. പാട്ട് കേൾക്കാൻ ബാക്കിയുള്ളവരെ കേൾപ്പിക്കാൻ കൊള്ളാവുന്നത് കൊണ്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെറുതെ നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അങ്ങനെ തള്ളി ഞങ്ങൾ അടിവാരത്തെത്തി. പിന്നെ ചുരമൊക്കെ അങ്ങനെ കയറിയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റായിട്ട് വയനാട്ടിലേക്ക് പോകുന്നത് 2019 ഞാൻ ഡിഗ്രി പഠിച്ചത് അവിടെയാണ്. അപ്പം അതിന് ശേഷം പിന്നെ വയനാട്ടിലോട്ട് പോയിട്ടില്ല. 2019 ഡിസംബറിലാണ് ലാസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് കോളേജിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ശേഷം പോയിട്ടില്ലായിരുന്നു. വയനാട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് തന്നെ. ചുരത്തിലെത്തിയ സമയത്ത് ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പേടിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡാണ്, പിന്നെ അതേപോലെ തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ പോയെന്ന് വിഷു ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ ലീവൊക്കെ ഉള്ള സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെയുള്ള വീക്കെൻഡ് ടൈമിലും അതേപോലെ തന്നെ വെക്കേഷൻ്റെ ടൈമിൽ പെരുന്നാൾ വിഷു ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒത്തിരി ടൂറിസ്റ്റുകളും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നതാണ് വയനാട്ടിലോട്ട്. അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ടൊരു ബ്ലോക്ക് ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ഒരുപാട് നേരമൊന്നും പെട്ടില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റ് വലിയ വണ്ടി പോകുന്നതിൻ്റെ ഉള്ളൊരു ബ്ലോക്കായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ എനിക്കങ്ങനെ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ കോടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ടുണ്ടായിരുന്നു, ഭയങ്കര കോടയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചുരം കയറി പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് ഫസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ട് ഈ ചുരം കയറി പോകുന്ന സമയത്ത് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ യാത്രയാണ് കേട്ടോ എനിക്ക് മനസ്സിലേക്ക് വന്നത്. കാരണം അന്നാണ് ഞാൻ ആദ്യമായിട്ട് വയനാട്ടിലോട്ട് പോകുന്നത്, വയനാട് ചുരം കയറുന്നത്. അപ്പം അന്നുണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ അതേപോലെ തന്നെ അന്ന് എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങളും പിന്നെ ആ ഒരു ഫീലൊക്കെയാണ് എനിക്ക് ഓരോ തവണ ചുരം കയറുമ്പോഴും ഞാനത് ആലോചിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും അങ്ങോട്ടേക്ക് പോകുമ്പം സെയിം കാര്യം തന്നെയാണ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മേളിൽ വ്യൂ പോയിൻ്റ് അവിടെ എത്തുന്ന സമയത്ത് ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയിട്ട് അവിടുന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ താഴത്തോട്ടുള്ളതൊന്ന് കാണണം എന്ന്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾ വണ്ടി നിർത്തി. ഞങ്ങൾ ജസ്റ്റ് കുറച്ച് ടൈം, ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി അവിടെ കുറച്ച് നേരം നിന്നിട്ടാണ് തിരിച്ചു പോയത്.
കുറേ പേരൊക്കെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ഏകദേശം നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് എന്നൂർ പോകാനാണ്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ഓൺലൈനായിട്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ കൃത്യസമയത്ത് അതായത് 10:30 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ടൈം സ്ലോട്ട്. അപ്പോൾ അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് എത്താം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരം വൈകിക്കേണ്ട വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. കറി നമ്മൾ വീട്ടിൽ നിന്ന് ചിക്കൻ കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പൊറോട്ട വാങ്ങിച്ചു, എന്നിട്ട് അത് വണ്ടി ഒരു ഭാഗത്ത് സൈഡാക്കിയിട്ട് നമ്മൾ റോഡ് സൈഡിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. ആ വീഡിയോ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കിനും അല്ലിക്കുട്ടി അലമ്പാക്കിയിട്ട് എനിക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ആ വീഡിയോ ഒന്നും ഇതിലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് എന്നൂരായിരുന്നു. നമ്മൾ കുറേ ആയി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ സ്റ്റേറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു ഒരു തവണ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തതുകൊണ്ട് എന്തായാലും ആ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടൈം സ്ലോട്ടിനനുസരിച്ചിട്ടുള്ള ടൈമിന് തന്നെ നമ്മൾ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജിൻ്റെ അവിടെയാണ് ഇതിൻ്റെ ഈ സ്പോട്ട് വരുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോകാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. പിന്നെ നമുക്ക് കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം എന്നൂർ പോയിട്ടുള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇടാം, കാരണം അത് അത്യാവശ്യം ഞങ്ങൾ അവിടുന്ന് ഫുട്ടേജസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഭയങ്കര ലെങ്തി ആയി പോകും. പിന്നെ മാത്രമല്ല അത് ഒരു എന്താ പറയുക വേറൊരു ഫീലാണ്. സോ ഞാൻ വിചാരിച്ചു അത് വേറൊരു വ്ളോഗാക്കിയിട്ട് ഇടാം എന്നുള്ളത്. അപ്പം പെട്ടെന്ന് തന്നെ ഇടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്നൂർ കുറേ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് ബാണാസുരക്കാണ്. ഞങ്ങൾ പൂക്കോട് പോവണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി, ലേക്കിൽ പോവണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങൾ ബാണാസുര പോയത്. അത് അവിടെ നിന്ന് തന്നെ ഷോർട്ട് അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആൾക്ക് ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞപ്പം ബാണാസുരയാണ് ഞങ്ങൾ പോയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തി, അവിടുന്ന് ഞങ്ങൾ ലഞ്ചും ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയി 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്, എൻട്രി ടിക്കറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഉള്ളിൽ എടുത്ത് കയറിയ സമയത്ത് തന്നെ ഉള്ളിൽ മറ്റേ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട സമയത്തൊക്കെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സിപ്പ് ലൈനിൽ കയറണം. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വലിയവരിങ്ങനെ പറയുന്നുണ്ട് നമുക്കൊക്കെ കയറാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കയറാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തി ഞങ്ങൾ അവിടെ പോയ ആളുകൾക്കറിയാം നമ്മളെ ഡാമിൻ്റെ ആ ഭാഗത്തേക്ക് കുറച്ച് ഒരു സ്റ്റെപ്പൊക്കെ വരുന്നുണ്ട് ഉയരത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് തന്നെ ഭയങ്കര കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഓക്കെ മഴ പെയ്യാൻ പോകുന്നുണ്ട്, എന്തായാലും നല്ല മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് കണ്ട് തിരിച്ചു വരാൻ അപ്പോഴത്തേക്കിനും മഴ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറി മേളിലേക്ക് എത്തിയതും മഴ പെയ്തു. മഴ പെയ്ത സമയത്ത് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ഓടി അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അതിൽ കയറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ ഞങ്ങൾ മറക്കില്ല. അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വയനാട് യാത്ര എന്ന് പറയുന്ന സമയത്ത് ഇനി ആദ്യം മനസ്സിലേക്ക് വരിക അന്ന് ബാണാസുരയിൽ മഴയത്ത് കുടുങ്ങിയതായിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കിനും പിന്നെ എല്ലാവരും ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ ഡ്രസ്സൊക്കെ ഊരി മറ്റേ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എന്തപ്പോൾ ഉണ്ടായേ നമ്മളെ ടൂറ് ആകെ പാളിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് കുറേ അങ്ങോട്ട് എത്തിയപ്പോണ്ട് ഒരു തേയിലത്തോട്ടം, ഒരു കുഞ്ഞി ചായക്കടയും പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ തേയിലത്തോട്ടമൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ട്രിപ്പ് കൊള്ളായി, എന്നാൽ നമുക്ക് ഇവിടെ ഞാനും ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസെങ്കിലും എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു ഓക്കെ തേയിലത്തോട്ടം കണ്ടപ്പം ഫോട്ടോ എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു ചായക്കടയും കണ്ട്. അപ്പം വലിയവരൊക്കെ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ അവിടെ നിന്ന് ചായയും കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. ഓരോ ചായയും കോഫിയൊക്കെ പറഞ്ഞ് അവിടുന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നോക്കുന്ന സമയത്ത് അടിപൊളി വ്യൂ. കാരണം ഫുള്ള് ബാക്കിൽ തേയിലത്തോട്ടം, ഒരു കുഞ്ഞ് ബ്രിഡ്ജ്, ഒരു കുഞ്ഞി ചായക്കട. അപ്പം അവിടുന്ന് ചായയൊക്കെ എടുത്തിട്ട് അവിടെ പോയി കുടിക്കാൻ, ബ്രിഡ്ജിൻ്റെ അവിടെ പോയിരുന്ന് കുടിച്ച്. അടിയിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട്, പക്ഷേ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഫോഴ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൂ, കരയായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഞാൻ കോഫിയാണ് കുടിച്ചത്. എനിക്ക് കൂടുതലും കോഫിയാണ് ഇഷ്ടം, ചായ ഞാൻ കുടിക്കാറില്ല അങ്ങനെ. അപ്പം ഞാനൊരു കോഫിയും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ചായയൊക്കെ എടുത്ത് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ സൈഡിൽ ഇരുന്നിട്ട് തന്നെ കുടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട്
കുറേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാണാസുര അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയത് ആ വ്യൂവിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ആ തേയിലത്തോട്ടത്തിൽ എത്തിയപ്പോഴാണ്. അവിടുന്ന് നമ്മൾ മാക്സിമം എന്താ പറയുക എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. എന്നാലും ഞങ്ങൾ വരുന്ന സമയത്ത് അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അതിനുശേഷം പിന്നെ കുറേ ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിപ്പോയി. പിന്നെ അവിടെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നൂർ പോയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ അത്യാവശ്യം കാണാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ പാട്ടും ഡാൻസൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞങ്ങൾ പറയുമായിരുന്നു ഏത് സമയത്താണാവോ അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയത് എന്നൊക്കെ. കാരണം നമ്മുടെ ട്രിപ്പ് കൊളായി അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷേ ഇവിടെ എത്തി കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയി. വയനാട്ടിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ശരിക്ക് ഒരു 1 ഡേ ട്രിപ്പ് കൊണ്ടൊന്നും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും സത്യം പറഞ്ഞാൽ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഒത്തിരി ദൂരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടെങ്കിലേ ഫുള്ള് ചുറ്റി നടന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ കസിൻസ് എല്ലാവരും കൂടി ചളിയൊക്കെ അടിച്ച് ആ മൂടങ്ങ് മാറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞല്ലോ ഈ വ്യൂ പോയിൻ്റ് ഇവിടെ എത്തിയ സമയത്ത് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടേക്കും പോവണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും 4-4:30 വരെയൊക്കെയാണ് എൻട്രി ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ വേറെ എവിടേക്കും പോയിട്ടും കാര്യമില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് ടൈം അവിടെ നിൽക്കാം. പിന്നെ അതിന് ശേഷം നേരെ നാട്ടിലോട്ട് തന്നെ തിരിച്ചു പോരാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രധാനം എവിടെ പോയി കഴിഞ്ഞാലും ഫോട്ടോ എടുക്കണം. അപ്പം ഫോട്ടോ എടുക്കാനാണെങ്കിൽ പറ്റിയ സ്പോട്ടാണ്. അതിൽ പിന്നെ ആരെങ്കിലും ഒരാൾ ഐഫോൺ യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട, അവരെ നമ്മൾ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാക്കി മാറ്റുന്നു. പിന്നെ ബാക്കി എല്ലാവരും പോസ് ചെയ്യുന്നു. എല്ലാവരും ഫാമിലി ആയിട്ടും സിംഗിളായിട്ടും കുട്ടികളൊപ്പം കൂടിയിട്ടും പിന്നെ അതേപോലെ തന്നെ അതുവരെ എടുക്കാത്ത ഒരുമിച്ച് ഫോട്ടോ കിട്ടാത്ത ആളുകൾ വരെ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നൊരു സെഷനായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ശരിക്കും അതും നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. അടിപൊളി യാത്ര പറഞ്ഞാൽ ചെറുതായിട്ട് കുറച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി. ബാഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാണാസുര സാഗർ പോയ സമയത്ത് അവിടെ ഭയങ്കര മഴയൊക്കെ പെയ്ത് നമ്മൾ മുകളിലോട്ട് പോയി അതേപോലെ ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലാത്തതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു അല്ലേ കുട്ടി? ഞങ്ങളിപ്പോൾ ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ? അങ്ങനെ ഞങ്ങളുടെ വയനാട് ട്രിപ്പ് ഒരു വല്ലാത്ത ട്രിപ്പായി മാറി. ബാണാസുരത്തെ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കൂല. എന്നാലും ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അടിപൊളി. എന്തായാലും ഫാമിലി എല്ലാവരും ഒരുമിച്ചുള്ളത് കൊണ്ട് നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി ഞാൻ മറ്റൊരു വ്ളോഗായിട്ട് ഇടാം കേട്ടോ, നമ്മുടെ എന്നൂരിലേക്ക് വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.